എക്സസൈസ് 4.3 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ആണ് ബൈ യൂസിങ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാം, അതിനുശേഷം ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ഫസ്റ്റ് നമുക്ക് ജനറൽ സ്റ്റാൻഡേർഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് ax square plus bx plus c is equal to 0. ഇത് സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് എക്സിന്റെ റൂട്ട്സ് എന്തായിരിക്കും കിട്ടാൻ പോകുന്നത്? ഇവിടെ നമ്മളെ റൂട്ട്സ് എ ബി ആൻഡ് സിന്റെ ടേംസിലാണ്, അതായത് നമ്മളെ ക്വാഡ്രാറ്റിക് ഫോമുലയാണ് നമുക്കിവിടെ കിട്ടാൻ പോകുന്നത് അല്ലെ. എക്സിന്റെ റൂട്ട്സ് എന്താണ്? എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a അല്ലെ. അപ്പൊ അതിന്റെ ഡെറിവേഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സ്റ്റെപ്പ് 1, മേക്ക് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ യൂണിറ്റി. അതായത് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് നമ്മൾ യൂണിറ്റി ആക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 1 മാർക്ക് ചെയ്ത് ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? എ ആണ്. അത് നമ്മൾ യൂണിറ്റി ആക്കണം. എന്താ ചെയ്യേണ്ടത്? ഈ ഹോൾ ഇക്വേഷന് നമ്മൾ എ വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ സ്റ്റെപ്പ് എന്താണ്? ഡിവൈഡ് ഇക്വേഷൻ നമ്പർ 1 ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എ ആണ്, സോ അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. നെക്സ്റ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുക. ദാറ്റ് ഈസ് എ എക്സ് സ്ക്വയർ എ പ്ലസ് ബി ബൈ എ എക്സ് പ്ലസ് സി ബൈ എ ഈക്വൽ ടു 0 ബൈ എ ഇസ് 0. ഓക്കെ, എയും എയും ക്യാൻസൽ ചെയ്താൽ നെക്സ്റ്റ് എക്സ് സ്ക്വയർ x square plus b by ax plus c by a is equal to 0. Okay, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സ്റ്റെപ്പ് 2, ഷിഫ്റ്റ് കോൺസ്റ്റന്റ് ടേം ഓൺ RHS. ഓക്കെ, ഇവിടെ കോൺസ്റ്റന്റ് ടേം എന്താണ്? c by a. c by a നെ RHSലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ദാറ്റ് ഈസ് x square plus b by ax equal to plus c by a നെ RHSലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. It become minus c by a. സ്റ്റെപ്പ് 3, add square of half of coefficient of x on both side. Okay, അപ്പോൾ ഇവിടെ x ടേം എന്താണ്? b by ax. Okay, അപ്പോൾ coefficient of x, ഇവിടെ x ന്റെ coefficient എന്താണ്? b by a. half of coefficient of x, that is half 1 by 2 of b by a. 1 into b, b by 2 into a, 2a. Okay, next is square of half of coefficient of x, that means b by 2a whole square. Okay, so step 3 എന്താണ്? add b by 2a whole square on both side. ഈ ഇക്വേഷന്റെ രണ്ട് സൈഡിലും ആഡ് ചെയ്യുക. plus b by 2a whole square equal to minus c by a plus b by 2a whole square. Step 4, write LHS as a perfect square and solve RHS. ഇവിടെ നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഒന്നും ആക്കണ്ട. ഇത് a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിലായിരിക്കും. ഇവിടെ പ്ലസ് ആണെങ്കിൽ a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോം, ഇനി മൈനസ് ആണെങ്കിൽ a മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോം. ഓക്കെ, ഇപ്പൊ a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് ടേം a സ്ക്വയർ ടേം ആയിരിക്കും, ലാസ്റ്റ് ടേം ബി സ്ക്വയർ ടേം ആയിരിക്കും അല്ലെ. അപ്പൊ ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാന്ന് പറഞ്ഞാൽ ഇതിനെ a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിൽ ആക്കാന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് എക്സ് സ്ക്വയർ ആയിരിക്കും എ സ്ക്വയർ ആൻഡ് ബി ബൈ 2a ഹോൾ സ്ക്വയർ ആണ് ബി സ്ക്വയർ അല്ലെ. ഓക്കെ, അപ്പൊ LHSനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാന്ന് പറഞ്ഞാൽ ഇതിനെ a പ്ലസ് ബി ഹോൾ സ്ക്വയർ ആ ഫോമിലാക്കാം. ഇത് കമ്പയർ ചെയ്താൽ a സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. സോ a ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി ബൈ 2a ഹോൾ സ്ക്വയർ. സോ b ഇസ് ഈക്വൽ ടു b by 2a whole square equal to next RHS സോൾവ് ചെയ്യാം. RHS എന്താണ്? നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സോൾവ് ചെയ്യാം. മൈനസ് c by a plus b by 2a whole square equal to minus c by a plus b by 2a whole square is equal to b square by 2a whole square, that is equal to minus c by a plus b square by 2a whole square, that is 2 square into a square. 2 square is 4, a square 4a square.
നെക്സ്റ്റ് സ്റ്റെപ്പിൽ എൽ സി എം എടുക്കുക. സോ ദിസ് ഈക്വൽ ടു, ഇവിടെ എൽ സി എം എന്താണ് 4a². സോ a ഇൻറ്റു 4a അല്ലേ, ഇൻറ്റു 4a. സോ മൈനസ് c ഇൻറ്റു 4a is മൈനസ് 4ac പ്ലസ് b². Same as b² minus 4ac by 4a². So RHS will substitute x plus b by 2a whole square is equal to b² minus 4ac by 4a². Next step 5, find x. So this solve ചെയ്തിട്ട് x ന്റെ value find out ചെയ്യണം. ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. If x² is equal to 4 ആണെങ്കിൽ we can say that x equal to plus or minus root 4 അല്ലേ, that is x equal to plus or minus root 4 is 2. so x equal to plus or minus 2 അല്ലേ. അപ്പോൾ അതേപോലെ ഇവിടെ x plus b by 2a whole square is equal to b² minus 4ac by 4a² അല്ലേ. അപ്പോൾ x plus b by 2a is equal to plus or minus root of b² minus 4ac by 4a². We know that root of m by n is equal to root m by root n ആണ് അല്ലേ. സോ ഇവിടെ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² minus 4ac by 4a² ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² minus 4ac by root of 4a². Denominator root of 4a² is equal to root 4 into root a² അല്ലേ. root 4 is 2 and root of a² is a. okay, so x plus b by 2a is equal to plus or minus root of b² minus 4ac by root of 4a² is 2a. so x equal to b by 2a നെ RHS ലേക്ക് എടുത്താലേ ഇവിടെ പ്ലസ് b by 2a ആണ്. സോ RHS ലേക്ക് എടുത്താൽ it becomes minus b by 2a minus b by 2a plus or minus root of b² minus 4ac by 2a. denominator same ആണ്. so this is equal to minus b plus or minus root of b² minus 4ac by 2a. exercise 4.3. first question, find the roots of the following quadratic equations if they exist by the method of completing the square. if they exist, ഇതിന്റെ മീനിങ് നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതിന്റെ റീസൺ എന്താണെന്നൊക്കെ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യാം. 2x² minus 7x plus 3 is equal to 0. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് മാർക്ക് ചെയ്യുക. സ്റ്റെപ്പ് 1, മേക്ക് ദ കോഎഫിഷ്യന്റ് ഓഫ് x² യൂണിറ്റി. x² കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം. ഇവിടെ എത്രയാണ്? 2 ആണ്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഓൾ ഇക്വേഷൻ 1നെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് 2x² by 2 minus 7 by 2x plus 3 by 2 equal to 0 by 2 is 0. 2 into cancel ചെയ്താൽ remaining x² minus 7 by 2x plus 3 by 2 equal to 0. Step 2, shift constant term on RHS. ഇവിടെ constant term എന്താണ്? 3 by 2. അതിന് RHS ലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. equal to plus 3 by 2 നെ RHS ലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ it becomes minus 3 by 2. Step 3, add square of half of coefficient of x on both side. അല്ലേ, ഇവിടെ coefficient of x എന്താണ്? 7 by 2. നെഗറ്റീവ് കൺസിഡർ ചെയ്യേണ്ട, ജസ്റ്റ് 7 by 2. 7 by 2. അപ്പോൾ ഇതിന്റെ half of coefficient of x എന്ന് പറഞ്ഞാൽ half of 7 by 2, that is equal to 1 into 7 7 by 2 into 2 4. ഇനി എന്താണ്? സ്ക്വയർ ഓഫ് ഹാഫ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ആണ്. സോ സ്ക്വയർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ 7 by 4 ഹോൾ സ്ക്വയർ. സ്റ്റെപ്പ് 3 എന്താണ്? ആഡ് 7 by 4 ഹോൾ സ്ക്വയർ ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ ഇക്വേഷൻ അല്ലേ. പ്ലസ് 7 by 4 ഹോൾ സ്ക്വയർ
equal to minus 3 by 2 plus 7 by 4 whole square. Step 4. Write LHS as a perfect square and solve RHS. ഇപ്പോൾ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് LHS എപ്പോഴും ഒന്നുകിൽ a plus b whole square അല്ലെങ്കിൽ a minus b whole square ഫോമിലായിരിക്കും ഉണ്ടാവുക അല്ല. ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇത് a minus b whole square ഫോമിലാണ്. where a is equal to a square is equal to x square ആണെങ്കിൽ a equal to x അല്ലേ. സോ x മൈനസ് ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ് b square is equal to 7 by 4 whole square. So b is equal to 7 by 4. So a minus b whole square formula equal to minus 3 by 2 plus 7 by 4 whole square is 7 square by 4 square അല്ലേ. 7 square is equal to 49 by 4 square 60. Step LCM എടുക്കുക. LCM is 16 ആണ്. So 2 into 8, 3 into 8, minus 3 into 8 is minus 24, plus 49 by 16, that is equal to minus 24 plus 49 is 25 by 60. Okay, so RHS is 25 by 60. Next, step 5, find x. X in the value find out here. Now, x minus 7 by 4 whole square is equal to 25 by 16 ആണ് കിട്ടിയത്. So x minus 7 by 4 is equal to plus or minus root of 25 by 16. That is equal to plus or minus root of 25 by 16 is same as root 25 by root 16. That is equal to plus or minus root 25 is 5 by root 16 is 4. X minus 7 by 4 is equal to plus or minus 5 by 4. അപ്പോൾ നമുക്ക് രണ്ട് സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട് അല്ലെ. സ്പ്ലിറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് എക്സ് മൈനസ് 7 by 4 is equal to plus 5 by 4 or x minus 7 by 4 is equal to minus 5 by 4. Okay, that is x equal to 5 by 4 minus 7 by 4 RHSലേക്ക് എടുത്താൽ plus 7 by 4. Denominator same ആണ്. Same as 5 plus 7 by 4. 5 plus 7 is 12. 12 by 4 is equal to 3. Okay. X minus 7 by 4 is equal to minus 5 by 4. So x equal to minus 5 by 4 plus 7 by 4 equal to minus 5 plus 7 by 4 equal to minus 5 plus 7 is 2 by 4 equal to 1 by 2. So x in the value is 3 comma 1 by 2. Second question, 2x square plus x minus 4 is equal to 0. So first step എന്താണ്? x square ന്റെ coefficient 1 ആക്കണം. ഇവിടെ x square ന്റെ coefficient 2 ആണ്. So first step, divide equation number 1 by coefficient of x square, that is 2. അല്ലേ. അപ്പോൾ equation number 1 നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. Split ചെയ്യുക. This is 2 by 2 x square plus x is same as 1x. So 1 by 2 x minus 4 by 2 equal to 0 by 2 is 0. 2 cancel ചെയ്താൽ x square plus 1 by 2 x minus 2. 2 is equal to 0. ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ഷിഫ്റ്റ് കോൺസ്റ്റന്റ് ടേം ടു RHS അല്ലേ. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 1 by 2 എക്സ് മൈനസ് 2നെ RHSലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. സോ ഇറ്റ് ബിക്കംസ് പ്ലസ് 2. സ്റ്റെപ്പ് 2 കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3 എന്താണ്? ആഡ് സ്ക്വയർ ഓഫ് ഹാഫ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഓൺ ബോത്ത് സൈഡ് അല്ലെ. അപ്പൊ ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എന്താണ്? 1 by 2. അപ്പൊ ഹാഫ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്, that is 1 by 2 into 1 by 2 അല്ലേ. 1 into 1 1 by 2 into 2 4. അപ്പോൾ എന്താ വേണ്ടത്? സ്ക്വയർ ഓഫ് ഹാഫ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ആണ് സ്ക്വയർ ചെയ്യുക. സോ 1 by 4 ഹോൾ സ്ക്വയർ കൊണ്ട് LHSലും RHSലും ആഡ് ചെയ്യുക. So step 3 complete ചെയ്തു. Next step 4, write LHS as a perfect square and solve RHS. അപ്പോൾ LHSനെ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് എഴുതാം, RHSനെ സോൾവ് ചെയ്യാം.
അപ്പോൾ ഫസ്റ്റ് എൽ എച്ച് എസിനെ കൺസിഡർ ചെയ്യാം. ഇപ്പൊ നമുക്കറിയാം എൽ എച്ച് എസ് എന്തായാലും ഇവിടെ പ്ലസ് ആയതുകൊണ്ട് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിലാണ് അല്ലെ. അപ്പൊ എ സ്ക്വയറും ബി സ്ക്വയറും കമ്പയർ ചെയ്താൽ ഹിയർ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആൻഡ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/4 ഹോൾ. സോ എ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/4 ഹോൾ സ്ക്വയർ. സോ ബി ഇസ് ഈക്വൽ ടു 1/4. സോ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു നെക്സ്റ്റ് ആർ എച്ച് എസ് സോൾവ് ചെയ്യാം. 2 plus 1/4 whole square is same as 1 square by 4 square. അല്ലെ, that is equal to 2 plus 1 square is 1/4 square is 16. Okay, next LCM എടുക്കുക. ഇവിടെ LCM എന്താണ്? 16 ആണ്. 2 same as 2/1. So into 16 into 16. അല്ലെ, 2 into 16 is 32. 32 plus 1/16 is equal to 32 plus 1 is 33/16. So RHS എന്താണ്? 33/16. So step 4 complete ചെയ്തു. Next step 5 x ന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. x plus 1/4 whole square is equal to 33/16. So x plus 1/4 is equal to plus or minus root of 33/16. അല്ലെ, same as plus or minus root 33 divided by root 16 equal to plus or minus root 33 divided by root 16 എന്ന് പറഞ്ഞാൽ 4. Okay, so that is x plus 1/4 is equal to plus or minus root 33/4. So split ചെയ്യാം. That is x plus 1/4 is equal to plus root 33/4 or x plus 1/4 is equal to minus root 33/4. Next x in the value find out here. So x equal to root 33/4 plus 1/4 na RHS like eduthala minus 1/4 equal to denominator same ആണ്. So root 33 minus 1/4. Okay, x equal to or x equal to minus root 33/4 plus 1/4 na RHS like eduthala minus 1/4 equal to minus root 33 minus 1/4. Okay. Third question, 4x square plus 4 root 3x plus 3 is equal to 0. അപ്പോൾ ഇവിടെ x സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 4 ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളത് 1 ആക്കണം. സോ ഡിവൈഡ് ദ ഹോൾ ഇക്വേഷൻ ബൈ 4 അല്ലേ. സ്പ്ലിറ്റ് ചെയ്യുക. Step 1 complete ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് 2 ഷിഫ്റ്റ് കോൺസ്റ്റന്റ് ടു RHS. സോ ഇവിടെ കോൺസ്റ്റന്റ് എന്താണ്? 3/4. അതിനെ RHS ലേക്ക് എടുക്കുക. ഈക്വൽ ടു പ്ലസ് 3/4 becomes minus 3/4. നെക്സ്റ്റ് സ്റ്റെപ്പ് സ്ക്വയർ ഓഫ് ഹാഫ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് x ഓൺ ബോത്ത് സൈഡ് അല്ലേ. ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് x എന്താണ്? റൂട്ട് 3. ഓക്കെ, അപ്പൊ ഹാഫ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് x ദാറ്റ് ഈസ് ഹാഫ് ഓഫ് റൂട്ട് 3 ഇസ് ഈക്വൽ ടു റൂട്ട് 3/2. Okay, but square of half of coefficient of x എന്ന് പറഞ്ഞാൽ root 3/2 whole square. So root 3/2 whole square വെച്ചിട്ട് രണ്ട് സൈഡ് ആഡ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എൽ എച്ച് എസിന് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് എഴുതുക. ആർ എച്ച് എസിന് സോൾവ് ചെയ്യുക. അപ്പോൾ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിലായിരിക്കും. എ സ്ക്വയർ equal to x square, b square is equal to root 3/2 whole square. b is equal to b square is equal to root 3/2 whole square. So b is equal to square കളഞ്ഞാൽ root 3/2 whole square equal to RHS solve ചെയ്യാം. 3/4 plus root 3/2 whole square എന്ന് പറഞ്ഞാൽ root 3 whole square by 2 square. That is equal to minus 3/4 plus root 3 square എന്ന് പറഞ്ഞാൽ 3 by 2 square is 4. Minus 3/4 plus 3/4 is equal to 0. So RHS is equal to 0. Next step എന്താണ്? Find x. x plus root 3/2 whole square is equal to 0 എന്ന് കിട്ടിയിട്ടുണ്ട്.
അതായത് നമുക്കറിയാം എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ് എ ഇൻറ്റു എ ഈക്വൽ ടു 0 അല്ലെ. അപ്പൊ അതേപോലെ എക്സ് പ്ലസ് റൂട്ട് 3/2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ x plus root 3/2 into x plus root 3/2 is equal to 0. Now, x plus root 3/2 into x plus root 3/2 is equal to 0 implies either first term is equal to 0 or second term is equal to. Or, so x plus root 3/2 is equal to 0 implies x equal to minus root 3/2. Same, or x equal to minus root 3/2. Okay. Fourth question, 2x square plus x plus 4 is equal to 0. So first step എന്താണ് x square ന്റെ കോഎഫിഷ്യന്റിനെ 1 ആക്കണം. ഇവിടെ x square ന്റെ കോഎഫിഷ്യന്റ് 2 ആണ്. So first step, divide the whole equation by 2. First step complete ചെയ്തു. Second, shift constant term to RHS. അതായത് പ്ലസ് 2 RHSലേക്ക് ഷിഫ്റ്റ് ചെയ്യും. പ്ലസ് 2 RHSലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ it becomes -2. Okay. Now third step, add square of half of coefficient of x on both sides. ഇവിടെ coefficient of x എന്താണ് 1/2. The half of coefficient of x, that is 1/2 into 1/2 is equal to 1 into 1, 1/2 into 2, 4. The square of half of coefficient of x ആണ്, so that is 1/4 whole square. So LHS and RHS ലെ 1/4 whole square add ചെയ്യാം. Next step, write LHS as a perfect square and solve RHS. So ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇത് a plus b whole square ഫോമിൽ ആയിരിക്കും, where a square is equal to x square and b square is equal to 1/4 whole square. So a square is equal to x square ആണെങ്കിൽ a is equal to x plus b square is equal to 1/4 whole square. So b is equal to 1/4. ഇനി ഇതിൽ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് മിഡിൽ ടേം എന്തായിരിക്കും 2ab ആയിരിക്കും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2ab is equal to 2 into a equal to x into b equal to 1/4. 2x/2 or 1/2x. മിഡിൽ ടേം കിട്ടി. ഓക്കെ. നെക്സ്റ്റ് RHS സോൾവ് ചെയ്യാം. -2 plus 1/4 whole square is equal to -2 plus 1/4 whole square is 1 square by 4 square അല്ലേ. 1 square is 1 by 4 square is 16. നെക്സ്റ്റ് LCM എടുക്കുക. ഇവിടെ LCM എന്താണ് 16 ആണ്. സോ -2 is same as -2/1 into 16 into 16. -2 into 16 is -32 plus 1. -32 plus 1 is -31/60. So x plus 1/4 whole square is equal to -31/60. This is not possible അല്ലെ, because ഇതെന്താണ് LHS എന്താണ് സ്ക്വയർ ഓഫ് സം നമ്പർ ആണ്. സ്ക്വയർ ഓഫ് സം നമ്പർ ക്യാൻ നെവർ ബി ഈക്വൽ ടു എ നെഗറ്റീവ് നമ്പർ അല്ലെ. അതായത് ഇപ്പൊ നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ -2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 ആണ്. അതേപോലെ +2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 ആണ്. പോസിറ്റീവ് or നെഗറ്റീവ് ആയാലും അതിന്റെ സ്ക്വയർ എപ്പോഴും പോസിറ്റീവ് ആയിട്ട് റിസൾട്ട് ചെയ്യുള്ളൂ. ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്, ഇതിന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ നെഗറ്റീവ് നമ്പർ ആണ്. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. ദാറ്റ് മീൻസ് ഇവിടെ എക്സിന് റിയൽ റൂട്ട്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എന്താണ് റീസൺ? സ്ക്വയർ ഓഫ് എ റിയൽ നമ്പർ കനോട്ട് ബി നെഗറ്റീവ്. ഓക്കെ.